നമുക്കൊപ്പം ഇപ്പോൾ ഡിഫൻസ് PRO കമാൻഡർ അതുൽ പിള്ളയുണ്ട്. ഗുഡ് ഈവനിങ് അതുൽ പിള്ളൈ. ഇപ്പോൾ നേവിയുടെ സെർച്ച് ഓപ്പറേഷൻസിന് അടിയൊഴുക്ക് ഒരു തടസ്സമായി തുടരുന്നതാണ്. 11ാമത്തെ ദിവസവും നമുക്ക് അവിടെ നിന്ന് കാണാൻ കഴിഞ്ഞത്. നാളത്തെ ഓപ്പറേഷൻസിനായി പോണ്ടൂൺസ് കൂടി ഉപയോഗിക്കുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. എങ്ങനെയായിരിക്കും പ്രവർത്തനം? ഹായ്, ഗുഡ് ഈവനിങ്. അതിന് മുമ്പ് ഞാൻ ഇന്നത്തെ ഓപ്പറേഷൻസ് ഒരു ബ്രീഫ് തരാം. ഇന്ന് ഞങ്ങൾ ജനറലി മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്തത് ഡൈവിങ്. ആസ് യൂഷ്വൽ ഡൈവിങ് ഞങ്ങൾക്ക് ചെയ്യണമായിരുന്നു. ഡൈവിങ് ടീം അവിടെ ഉണ്ടായിരുന്നു. അഡീഷണലി ഞങ്ങൾ സോണാർ ടീമും അവിടെ ഇന്ന് ഡിപ്ലോയ് ചെയ്തായിരുന്നു. ഈ സോണാർ ടീമിനെ ഡിപ്ലോയ് ചെയ്തത് നമ്മൾ ആദ്യം കിട്ടിയ 2 കോൺടാക്ട്സിന്റെ ഇപ്പോഴത്തെ പ്രസന്റ് കണ്ടീഷൻ എന്തോ, അവിടെ എത്ര സെഡിമെന്റ്സ് അതിലുണ്ട്, മണ്ണ് കയറിയിട്ടുണ്ടോ, അതല്ലേ വേറെ ഒബ്സ്ട്രക്ഷൻസ് ഉണ്ടോ, അതിനെ ഒന്ന് റീചെക്ക് ചെയ്യാൻ വേണ്ടി, സ്കാൻ ചെയ്യാൻ വേണ്ടി ഇന്ന് ട്രൈ ചെയ്തു. പക്ഷെ ഉച്ച വരെ അവിടുത്തെ മഴയും ആ ക്ലൈമറ്റിന്റെ വിൻഡ്സും അത് കാരണം കൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞിട്ട് അവർ ട്രൈ ചെയ്തു. പക്ഷെ ദി കറന്റ് വാസ് അറൌണ്ട് 6.5 knots പ്ലസ് ആയിരുന്നു. സോ അതും അവർക്കൊരു ഫുൾ സാറ്റിസ്ഫാക്ഷൻ ലെവലിൽ അത് നമുക്ക് സ്കാൻ ചെയ്യാൻ പറ്റിയില്ല ആ ഒരു ഏരിയ. സോ നാളത്തെ പ്ലാൻ, ഇന്നത്തെ ഒരു ഡീബ്രീഫ് കഴിഞ്ഞിട്ട് നാളെ again the diving team അവിടെ കാണും. They will try for the diving, provided favorable current കിട്ടുവാണെങ്കിൽ they will do the diving. And sonar team നാളെ കാണും. നാളെ again they will attempt the entire scanning of that ആ ഒരു ഏരിയയുടെ സ്കാനിങ് ചെയ്യും. കമാൻഡർ അതുൽ പിള്ളൈ, അതായത് നാളെ ഈ പോണ്ടൂൺസ് എത്തിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനം കൂടുതൽ സുഗമമാക്കാൻ, അതായത് അടിയൊഴുക്കിന്റെ ഒരു തീവ്രത കുറയുന്നില്ല, പലതവണ അത് പരിശോധിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാമായിരുന്നു. നമ്മുടെ സ്കൂബ ടീം പല തവണയായി നദിയുടെ ആ മധ്യഭാഗത്ത് പരിശോധനകൾ നടത്തിയെങ്കിലും ഒരിക്കൽ പോലും 6 knotsന് താഴേക്ക് ഈ അടിയൊഴുക്കിന്റെ തീവ്രത വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഒഴുക്കിനെതിരെ നീന്തുക, അതിനായിട്ടുള്ള സംവിധാനം ഒരുക്കുക, അതല്ലേ നമ്മുടെ മുന്നിലുള്ളത്. എങ്ങനെയായിരിക്കും ഈ പോണ്ടൂൺസ് എത്തിക്കഴിയുമ്പോൾ നമ്മുടെ ആക്ഷൻ? പോണ്ടൂൺസ് അവിടെ എത്തിക്കഴിഞ്ഞിട്ട് കറണ്ടിനെ നോക്കിയിട്ടായിരിക്കും ഡൈവിങ് ഇത് ചെയ്യുന്നത്. പിന്നെ പോണ്ടൂൺ സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേഷൻ കൊണ്ടുവരുന്നു. ആൻഡ് ഒബ്വിയസ്ലി അത് ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ ഡൈവേഴ്സിന് വേണ്ടിയാണ് കൊണ്ടുവന്നത്. ഞങ്ങളത് ട്രൈ ചെയ്യും. അവിടുന്ന് ചെയ്യാൻ പറ്റുവാണെങ്കിൽ 100% അതെന്തായാലും അറ്റംപ്റ്റ് ചെയ്യും. ദർ ഇസ് നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. പിന്നെ അവിടുന്ന് അറ്റംപ്റ്റ് ചെയ്ത് നമുക്ക് ഡൈവിങ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ 100% ഡൈവിങ് ചെയ്യും. പിന്നെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കറണ്ടാണ് ഞങ്ങളുടെ ചാലഞ്ച്. ബാക്കി പ്ലാറ്റ്ഫോംസ്, ജെമിനി, അതൊന്നും അല്ല ചാലഞ്ച്. പക്ഷെ ഒരു ഐഡിയ വന്നു അത് ചെയ്യുന്ന അത് ചിലപ്പോൾ വി മേ സക്സീഡ് ഇൻ ദാറ്റ്, ഐ ഡോണ്ട് നോ. അപ്പോൾ ചിലപ്പോൾ അത് സക്സീഡ് ആയ ഇറ്റ്സ് ഗുഡ് ഫോർ എവറി വൺ ഓഫ് us. സോ അത് വന്നു കഴിഞ്ഞിട്ട് നമ്മൾ അതിനെപ്പറ്റി അത് പറയാൻ പറ്റുള്ളൂ. എങ്ങനെ അവിടെ അത് യൂസ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന്. അത് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് അതിൽ കമന്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പോൾ നമ്മുടെ താങ്കൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് എനിക്കറിയാം. നമ്മുടെ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന, അതിൽ ഇന്നലെ ഡിറ്റക്ട് ചെയ്തത് 3 സിഗ്നലുകളാണ്. നമ്മുടെ സൈഡ് സ്കാൻ സോണാർ സിഗ്നൽസുമായി സമാനമായ സിഗ്നൽസാണ് ഇന്നലെ കിട്ടിയത്. ഇന്നൊരു ഫ്രഷ് സിഗ്നൽ ഡിറ്റക്ട് ചെയ്തത് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകുമല്ലോ. അത് ഈ മൺകൂനയ്ക്ക് താഴെയാണ്. എന്തായിരിക്കാം നമ്മുടെ സോണാറിൽ അത് പെടാതിരിക്കുകയും ഇന്ന് അതിൽ വരികയും ചെയ്തത്? അതോ കൂടുതൽ ആക്റ്റീവായ സിഗ്നൽസ് ഇപ്പോഴായിരിക്കുമോ കിട്ടിത്തുടങ്ങിയിട്ടുണ്ടാവുക? സുജയ, ഈ സോണാർ ഓപ്പറേറ്റ് ചെയ്യുന്ന പ്രിൻസിപ്പൽ സൗണ്ട് വെച്ചിട്ട്, അപ്പം വെള്ളത്തിനകത്ത് സൗണ്ട് വെച്ചിട്ട് സൗണ്ട് ട്രാവൽ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, ഇൻ എയറിൽ ഇപ്പോൾ റഡാർ യൂസ് ചെയ്യുന്നത് EM വേവ്സ് പോയിട്ട് അത് ഒരു പർട്ടിക്കുലർ കോൺടാക്റ്റിനെ പോയിട്ട് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ആ കോൺടാക്റ്റിന്റെ ഡിസ്റ്റൻസും എല്ലാം ആ പിക്ചറും എല്ലാം നമ്മുടെ സ്ക്രീനിൽ കാണിക്കുന്ന EM വേവ്സ് വെച്ചിട്ട് നമ്മൾ റഡാറൊക്കെ യൂസ് ചെയ്യുന്നത്. അത് എയർപോർട്ടിലായാലും ഷിപ്പിലായാലും. സോണാർ വെള്ളത്തിനടിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് അത് നമ്മുടെ സബ്മറൈൻസ് ആയാലും ഷിപ്പായാലും. ബിക്കോസ് വെള്ളത്തിനകത്ത് സൗണ്ട് വേവ്സ് ട്രാവൽ ചെയ്യത്തുള്ളൂ. സോ ഈ സൗണ്ട് വേവ്സ് വെച്ചിട്ട് നമ്മൾ ഇപ്പോഴത്തെ ബെസ്റ്റ് അവൈലബിൾ ടെക്നോളജി അണ്ടർ വാട്ടറിൽ കയറിയിട്ട് നമുക്ക് ഒരു പിക്ചർ തരുന്നത്, ഒരു ഡേറ്റ തരുന്നത്. ആ ഡേറ്റ അതിന്റെ എക്സ്പേർട്ട് ഇതെപ്പോഴും യൂസ് ചെയ്യുന്ന എക്സ്പേർട്സ് അവർ അതിനെ അനലൈസ് ചെയ്തിട്ട് നമുക്ക് 2 കോൺടാക്ട്, ഞാൻ ആക്ച്വലി 3 to 4 ഞാൻ പറഞ്ഞല്ലോ, ആദ്യവും പറഞ്ഞു ഞങ്ങൾക്ക് 4 to 5 കോൺടാക്ട്സ് കിട്ടിയായിരുന്നു. പക്ഷെ ഈ സീറോയിൻ ചെയ്ത ഈ 2 കോൺടാക്ട് ആണ്, കോൺടാക്ട് 1ഉം കോൺടാക്ട് 2. ഇതല്ലാതെ മറ്റേ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആ മറ്റേ കോൺടാക്ട് ഇന്ന് കിട്ടിയെന്ന് പറഞ്ഞു, അത് ഷെയർ ചെയ്തു. വെള്ളത്തിനകത്താണെങ്കിൽ 100% ഡൈവേഴ്സ് അതും പോയി നോക്കും, ദർ ഇസ് നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. പക്ഷെ എവിടെ ഞങ്ങൾക്ക് ഇപ്പൊ അതുകൊണ്ട് വീണ്ടും സ്കാൻ ചെയ്യുന്നത്. ഈ വീണ്ടും സ്കാൻ ചെയ്യുമ്പം
ആ 5 കോൺടാക്ട്സിന്റെയും സ്കാൻ ചെയ്യുന്നുണ്ട്, ഈ പ്രൈമറി 2 കോൺടാക്ട്സും സ്കാൻ ചെയ്യുന്നുണ്ട്. എഗെയിൻ അവർ അനലൈസ് ചെയ്യും ഈ വിച്ച് ഇസ് എവിടെ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ എവിടെ പോസിറ്റീവ് ഐഡന്റിഫിക്കേഷന് അവിടെ ആയിരിക്കും ഡൈവേഴ്സ് ഫസ്റ്റ് ഡൈവ് ചെയ്യുന്നത്. കമാൻഡർ അതുൽ പിള്ളൈ, ഇപ്പോൾ അടിയൊഴുക്ക് ശക്തമായ ഒരിടത്ത് സാധാരണ മറ്റ് നദികളിൽ ഒക്കെ നമ്മൾ ഫ്ലാഷ് ഫ്ലഡും അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളൊക്കെ അതിജീവിച്ചവരാണ്. അതിലൊക്കെ സൈന്യം വളരെ മികച്ച രീതിയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ടിലേക്ക് എത്താൻ കഴിയുമായിരുന്നു. ഇവിടെ പക്ഷേ നമുക്ക് വിഘാതമായി നിൽക്കുന്നത് കാലാവസ്ഥയാണ്. കാലാവസ്ഥ ഒട്ടും തന്നെ നമുക്ക് ഒരു സഹകരിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിലുള്ള മഴക്കാലം ഓറഞ്ച് അലേർട്ട് നിൽക്കുന്ന സമയം, ആ സമയത്താണ് ഇപ്പോൾ നമുക്ക് അടുത്ത ഓപ്പറേഷന്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് കൂടി കടക്കേണ്ടത്. നാളത്തെ ഓപ്പറേഷൻസിന് ഈ മഴ പെയ്യുകയാണെങ്കിലും ഏത് രീതിയിലായിരിക്കും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുക? അതുകൂടി നമ്മുടെ ഒരു പ്ലാനിങ്ങിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? ഇന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നു മഴ പെയ്യുമെന്ന്, പക്ഷെ മഴ പെയ്തു. സോ നാളെ പ്രേയിങ് ഓൾസോ ആൻഡ് ബൈ ഹാർട്ട് ഞങ്ങൾക്കും അത് മഴ പെയ്യാതെ കറണ്ട് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാ. ആസ് എവറി വൺ ഞങ്ങളുടെ ഡൈവേഴ്സും ആ ഒരു ചാലഞ്ച്, അവർക്കും ഇതൊരു ചാലഞ്ചാണ്. സോ അവരും ഈ ഇത്ര 6.5 നോട്ട്സ് കറണ്ട് അവർക്ക് അറിയാം. ബട്ട് ദെൻ ദേ ആർ ട്രൈങ് എങ്ങനെയെങ്കിലും ആ സിങ്കർ ഒന്ന് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ അവർക്ക് അവിടുന്ന് ആ ഒരു സ്പോട്ട് ഡൈവിംഗിൽ അവർക്ക് ചെയ്യാൻ അവർ ട്രൈ ചെയ്യുന്നുണ്ട്. സോ അറ്റംപ്റ്റ് വിടത്തില്ല. വിൽ കീപ്പ് ഓൺ അറ്റംപ്റ്റിങ് ടിൽ ദാറ്റ് ടൈം അവർ ടാസ്ക് ഇസ് അച്ചീവ്ഡ്. അറ്റംപ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്കിപ്പോൾ സർക്കാരും പറയുന്നത്, അതായത് ജില്ലാ ഭരണകൂടവും അതേ സ്റ്റാൻഡായിരിക്കും എടുക്കുക. സംസ്ഥാന സർക്കാർ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് കമാൻഡർ അതുൽ പിള്ളൈ, ഈ ദൗത്യം ഉപേക്ഷിക്കരുത്, ഈ ഓപ്പറേഷൻ അബോർട്ട് ചെയ്യരുത് എന്ന് സ്റ്റേറ്റ് തന്നെ ഇപ്പോൾ ആവശ്യപ്പെട്ടു എന്നാണ് സ്റ്റേറ്റിന്റെ ചുമതലയോടുകൂടി അവിടെ പോയ മന്ത്രി തന്നെ ഞങ്ങളോട് പറഞ്ഞത്. അപ്പോൾ ഈ ഓപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട് എന്നത് സ്റ്റേറ്റ് തന്നെ എടുത്തിരിക്കുന്ന ഒരു ഡിസിഷനാണ്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഇപ്പോൾ സാഹചര്യം മോശമാണ് എന്ന് കരുതി നമ്മൾ ആ ഓപ്പറേഷൻ അല്ലെങ്കിൽ മിഷൻ അബോർട്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. നമുക്കൊരു ലോജിക്കൽ, ഏതൊരു സൊല്യൂഷന് പോയാൽ നമുക്കൊരു ലോജിക്കൽ കൺക്ലൂഷൻ വേണം. ഈ ഒരു കണ്ടീഷനിൽ, ഈ ഒരു സാഹചര്യത്തിൽ നമുക്കൊരു ലോജിക്കൽ കൺക്ലൂഷൻ നമ്മൾ ആ ഒരു എൻഡ് വരെ എത്തിയിരുന്നു. ഓൺലി ഒരു ടാസ്കേ റിമൈനിങ് ഉള്ളൂ, ദാറ്റ് ഈസ് ഡൈവിങ്. ആ ഒരു ഡൈവിങ് കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ ഒരു റൂൾ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് എന്തുവാന്നുള്ളത് ഇതാണ്. അതിൽ ഫസ്റ്റ് ഈ വണ്ടിയുടെ അടുത്ത് വിത്ത് ഓൾ പ്രോബിലിറ്റി വി ഡോണ്ട് നോ വണ്ടിക്കകത്ത് എന്തുവാ എങ്ങനെയാ കണ്ടക്കുന്നത്, അതൊക്കെ എക്സ്പേർട്സ് അറിയായിരിക്കും. പക്ഷെ ആ ഡൈവർ പോയി അതിനെ ടച്ച് ചെയ്ത് അത് ഫീൽ ചെയ്തിട്ട് അത് വന്നിട്ട് ബ്രീഫ് ചെയ്യാതെ അത് എങ്ങനെയാന്നുള്ളത് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു. സോ നമ്മൾ എത്തുന്ന ഒരു കൺക്ലൂഷൻ, ഈ ഒരു മിഷനിൽ നമുക്ക് ഏറ്റവും നിർണായകം നാളെ നടത്തേണ്ട ഡീപ് ഡൈവിംഗ് ആണ്. അതായത് മാനുവലായി നമുക്കത് പരിശോധിക്കാൻ കഴിയണം. അതെ, ഡൈവർ പോയി അത് ഇൻസ്പെക്ട് ചെയ്യണം. ഡൈവർ എഗൈൻ ഐ എം ടെലിങ്, ബിക്കോസ് ഇപ്പം വെള്ളം ക്ലിയർ ആണ്, നമുക്കൊരു വിസിബിലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് അണ്ടർ വാട്ടർ ക്യാമറാസ് വിടാം. പക്ഷെ ഇവിടെ അതെല്ലാം കണ്ടു, ഇവിടെ വെള്ളവും ഇങ്ങനെ കലങ്ങി കിടക്കുക, വിസിബിലിറ്റി സീറോ എന്ന് വെച്ചാൽ ആ ഒരു ഡൈവർ നമുക്ക് കൈ ഇട്ട് കഴിഞ്ഞാൽ കൈ കാണാൻ പറ്റില്ല, അത്രയ്ക്ക് വിസിബിലിറ്റി കുറവായി വെള്ളത്തിൽ.